കടിച്ചത് പാമ്പാണെന്നറിഞ്ഞില്ല. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ കുട്ടിയുടെ നില വഷളായി. വീണ്ടും ആശുപത്രിയിലെത്തിച്ച ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചികിത്സ നൽകിയെങ്കിലും മരണപ്പെട്ടു. തൃശൂരാണ് സംഭവം. ഏങ്ങണ്ടിയൂർ തച്ചാട് വീട്ടിൽ അനാമികയാണ് മരണപ്പെട്ടത്. കൂലിപ്പണിക്കാരനായ നന്ദുവിന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും 3 മക്കളിൽ ഒരാളാണ് അനാമിക. അനാമികയടക്കം 5 അംഗ കുടുംബം വാടകയ്ക്ക് താമസിച്ച വീട് ഷീറ്റ് വിരിച്ച് കെട്ടിയതാണ്. ചുറ്റും പൊന്തക്കാട് നിറഞ്ഞ പ്രദേശം. ഉറങ്ങിക്കിടക്കുമ്പോഴാകാം അനാമികയെ പാമ്പ് കടിച്ചതെന്നാണ് ഇപ്പോഴത്തെ സംശയം. മുത്തച്ഛന്റെ കൂടെ ഉറങ്ങാൻ കിടന്നതായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാല് വേദനിക്കുന്നു, വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞ് കരഞ്ഞിരുന്നു. മാതാപിതാക്കൾ ഉടൻ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. വയറുവേദനയ്ക്കുള്ള മരുന്നും കാലിൽ പുരട്ടാൻ ഓയിന്റ്മെന്റും നൽകി കുറെ നേരം നിരീക്ഷണത്തിലിരുത്തിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അടുത്ത ദിവസം ക്ഷീണം കൂടിയതോടെ ചാവക്കാട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പാമ്പ് കടിച്ചതിന്റെ അടയാളം കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് നില മോശമാവുകയായിരുന്നു. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തിയപ്പോഴാണ് അണലി പാമ്പിന്റെ വിഷം ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടെത്തിയത്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൃക്കയുടെ പ്രവർത്തനം നിലച്ചുപോയിരുന്നു. ഗുരുതരാവസ്ഥയിലായ കുട്ടി മരണപ്പെട്ടു. ശ്രീക, അദ്വിത് എന്നിവരാണ് കുട്ടിയുടെ സഹോദരങ്ങൾ. തളിക്കുളം 10ാം കല്ല് CMS UP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക. മലയാളം ടെലിവിഷൻ, തൃശൂർ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.